നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ട പേരായിരിക്കും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അഥവാ ICMR എന്നൊരു പേര്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ICMRൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. താൽക്കാലിക നിയമനമല്ല, സ്ഥിരം നിയമനമാണ്. ഏകദേശം 80ഓളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ICMRന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി പേജ്. അവരുടെ വെബ്സൈറ്റിലെ കരിയർ ഓപ്പർച്യൂണിറ്റി പേജാണിത്. അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഈ ഒരു പേജിൽ കയറിയാൽ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചെല്ലാം ഇവിടെ കാണാം. അതിൽ 6ാമത്തെ നോട്ടിഫിക്കേഷനായി നൽകിയിട്ടുണ്ട് കോൾ ഫോർ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ലെവൽ 6 എന്നൊരു ലിങ്ക് ഇവിടെ 6ാമതായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ലിങ്ക് വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്, അതായത് പെർമനന്റ് പോസ്റ്റ് ആയിരിക്കും. ഡിസംബർ 3 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 3, 2020 മുന്നേ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ താഴെ നൽകിയിരിക്കുന്ന ഈ ഒരു ലിങ്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇതാണ് ICMR അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ലെവൽ 6 റിക്രൂട്ട്മെന്റ് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടത്തുന്ന പേജാണിത്. അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 സെക്ഷനുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ജനറൽ ലിങ്ക്സും അതുപോലെ തന്നെ കീ ഡേറ്റ്സ് ലിങ്ക്സ് എന്ന് പറയുന്ന 3 സെക്ഷനുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജനറൽ ലിങ്ക്സിൽ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അനക്സേഴ്സ്, അതിൽ പറഞ്ഞിരിക്കുന്ന അനക്സേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗൈഡ് ലൈൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ലിങ്കായ ക്ലിക്ക് ഹിയർ ടു റീഡ് ഗൈഡ് ലൈൻസ് എന്നൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെയും ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇത് നവംബർ 7, 2020 ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ICMR അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ലെവൽ 6 എന്ന പോസ്റ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ നിയമനം ഉണ്ടായിരിക്കുക ICMRന്റെ ഹെഡ് ക്വാർട്ടേഴ്സായ ന്യൂഡൽഹിയിലുള്ള ICMRന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിൻ്റെ സെൻറ്റേഴ്സും അക്രോസ് ഇന്ത്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുടനീളം ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും സെൻറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും സെൻറ്ററുകളിലൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നിയമനം നടത്തുക. അതെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിനുശേഷം വായിച്ച് നോക്കുക. ഈ നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു ടേബിളായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ടൈം ലൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് 7/11/2020 നോട്ടിഫിക്കേഷൻ വന്നു. ഡിസംബർ 3 ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവും. അപ്പോൾ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അതിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പിന്നീട് ലോഗിൻ ചെയ്ത് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം 21/12/2020 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 21/12/2020 നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുക. മാത്രമല്ല ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 80 മാർക്കിൻ്റെ എക്സാമിനേഷൻ ജനുവരി 3 നടക്കുക. ജനുവരി 3, 2021 ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു എക്സാമിനേഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ തന്നെയുണ്ട്. നമുക്കത് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. PWBD കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന എക്സാമിനേഷൻ ഫീസ് ഒന്നും തന്നെയില്ല. അവർക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. SC, ST, EWS വുമൺ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 1200 രൂപയായിരിക്കും എക്സാം ഫീസ് ഉണ്ടായിരിക്കും. അത് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും. മറ്റുള്ള എല്ലാ കാറ്റഗറികളും മറ്റുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന SC, ST, EWS വുമൺ PWD കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ള മറ്റ് കാറ്റഗറിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെയുള്ള കാൻഡിഡേറ്റ്സ് 1500 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസായിട്ട് അടയ്ക്കുക. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിനല്ല ഈ പറയുന്ന 1500 രൂപ ഉണ്ടായിരിക്കും. അപ്പോൾ OBC ജനറൽ കാൻഡിഡേറ്റ്സിന് 1500 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. എത്ര വാക്കൻസികളാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. SC കാൻഡിഡേറ്റ്സിന് 12 ഒഴിവുകൾ, ST കാൻഡിഡേറ്റ്സിന് 6 ഒഴിവുകൾ, OBC കാൻഡിഡേറ്റ്സിന് 21 ഒഴിവുകളും EWS കാൻഡിഡേറ്റ്സിന് 8 ഒഴിവുകളാണുള്ളത്. മാത്രമല്ല ജനറൽ കാൻഡിഡേറ്റ്സിന് 33 ഒഴിവുകളും PWBD കാൻഡിഡേറ്റ്സിന് 4 ഒഴിവുകളുമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ 80 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു കോൺട്രാക്ട് ബേസിസിലുള്ള ഒരു ജോബല്ല, ഇതൊരു പെർമനന്റ് പോസ്റ്റാണ്. നിങ്ങൾക്ക് സ്ഥിരം നിയമനമാണ് ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്ഥിരം നിയമനമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയായിരിക്കും ഈ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്.
മാത്രമല്ല ഏജ് ലിമിറ്റ് നൽകിയിട്ടുണ്ട്. 30 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളൊരു ഏജ് ലിമിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ്സായിരിക്കണം എന്നുള്ള യോഗ്യത മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരമാണ്. വളരെ മികച്ച സാലറിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സ്ഥിരം ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന MS ഓഫീസ് പവർ പോയിന്റ് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നോളജ് ഉണ്ടായിരിക്കണം, അതായത് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഡിഗ്രി പാസ്സായ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഗ്രൂപ്പ് ബി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസംബർ 3 അവസാന തീയതി. അപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇനി SC ST OBC PWBD കാൻഡിഡേറ്റ്സിനുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ തൊട്ട് താഴെയുള്ള ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. SC ST അതുപോലെ തന്നെ OBC EWS കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണിത്. അപ്പോൾ SC ST OBC EWS കാറ്റഗറി ഉള്ളവർക്ക് അവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമുകൾ ആ ഒരു പേജിൽ തന്നെയുണ്ട്. നേരത്തെ കാണിച്ചെന്ന ആ ഒരു പേജിൽ തന്നെയുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനക്സറുകൾ 3 ഫോമുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ഈ പറയുന്ന ഫോമുകൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഫില്ലപ്പ് ചെയ്ത് വാങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കൂ എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരമാണ് സെന്റർ. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഈ പറയുന്ന 80 മാർക്കിന്റെ ആ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്തായിരിക്കും എക്സാമിനേഷൻ സെന്റർ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ട് താഴെ എത്തരത്തിലുള്ളതായിരിക്കും എക്സാമിനേഷൻ എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സിലബസിന്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി അതിന്റെ തൊട്ട് താഴെ ഓരോ സെക്ഷനിലും ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ താഴെ തന്നെ ഈ പറയുന്ന ഫോമുകൾ നൽകിയിട്ടുണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് വേണ്ട ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വാങ്ങി വെക്കേണ്ട ഫോമുകൾ. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ട അനക്സറുകൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയത്. അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് അത് വളരെ മികച്ചൊരു അവസരമാണ്. മാത്രമല്ല ജനുവരി 3, 2021 ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും സെന്റർ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളും ഇവിടെ വ്യക്തമായി നൽകിയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്ററിലെ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. മാത്രമല്ല SC ST OBC എന്നീ EWS കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഫില്ലപ്പ് ചെയ്ത് വെക്കേണ്ട ഫോമുകൾ, അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത്തരത്തിൽ അവരുടെ വിഭാഗങ്ങൾ തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങേണ്ടതിൻ്റെ ആ ഫോമുകളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അവസാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും തിരികെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ കാണാം ഈ ലിങ്ക്സ് എന്ന ഭാഗത്ത് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഭാഗം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറൊക്കെ ആയിരിക്കും നൽകേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ ഐഡിയും പാസ്വേഡ് എല്ലാം ലഭിക്കും. അതിനുശേഷം നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുക. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഒരു ലോഗിൻ എന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹൗ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഫോം ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു PDF-ന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക, പിന്നീട് ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഓഫ് ഫീസ് നടത്തുക, ഫീസ് പേയ്മെൻറ്റ് നടത്തുക. നിങ്ങളുടെ ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു കൺഫർമേഷൻ പേജ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ, ഈ പറയുന്ന 5 ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു PDF-ൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. ഇതിന് ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ 50-നും 200 KB ഇടയിൽ സൈസുള്ളൊരു ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ളൊരു ഫോട്ടോ ആയിരിക്കണം അത്. അടുത്ത റീസെൻറ്റ് സ്കാൻഡ് സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. 50 KBക്കും 200 KBക്കും ഇടയിലായിരിക്കണം അതിൻ്റെയും ഫയൽ സൈസ്. അടുത്ത കാറ്റഗറി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേരത്തെ കാണിച്ചതുപോലെ OBC SC ST PWD കാൻഡിഡേറ്റ്സ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വാങ്ങി വെക്കേണ്ട ഫോമുകൾ ഞാനൊരു നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്തോട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാത് കാറ്റഗറിയിലുള്ളവർ അവരുടെ ഫോമുകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് സിഗ്നേച്ചർ എല്ലാം വാങ്ങി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സിഗ്നേച്ചർ മറ്റുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി ആ ഒരു ഫോം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സൈസ് മാക്സിമം 1 MB ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫയലിൻ്റെ സൈസ് പാടുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൻ്റെ ഡോക്യുമെൻറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. മാക്സിമം 1 MB സൈസാണ് അതിന് പാടുകയുള്ളൂ. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റാണ് എല്ലാ ഫയലുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മാക്സിമം 1 MB സൈസാണ് പാടുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 5 ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റോ
അപ്ലോഡ് ചെയ്യേണ്ട ആളുകൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സിഗ്നേച്ചറും സീലെല്ലാം വാങ്ങിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫയലുകളെല്ലാം കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവസാന സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ ഫീസ് കൂടി അടയ്ക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫോമിലെല്ലാം സാധാരണ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുക. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് രജിസ്ട്രേഷൻ സമയത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡ് ലഭിക്കും. ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡ് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും മറക്കാതെ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ടെസ്റ്റ് സെന്റർ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അടുത്ത പേജിലായിരിക്കും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിനു ശേഷമായിരിക്കും അത് ചെയ്യേണ്ടി വരിക. അതെല്ലാം ഈ ഒരു പേജിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡ് എല്ലാം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു 5 ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അതിനുശേഷം എക്സാം ഫീസും അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് വീണ്ടും ലോഗിൻ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ടും എടുക്കുവാൻ കഴിയുമെന്നുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് വയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് ഡിസംബർ 21-നായിരിക്കും. ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരിക. അപ്പോൾ ഈ ഡിസംബർ 21-ന് നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു പേജ് വഴി ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്തതിന് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇന്ന് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. കാരണം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ICMR നിങ്ങൾക്ക് സ്ഥിരം ജോലിയാണ് ലഭിക്കുവാൻ പോകുന്നത്. നവംബർ 7-ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 3, 2020 വരെ നിങ്ങൾക്ക് അവസരമുണ്ട് അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ ഡിസംബർ 3-ന് മുന്നേ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡിഗ്രി പാസ്സായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.